ചുവന്ന കിനാവിലെ കുങ്കുമപ്പൂമ്പൊട്ടുകൾ തോരാഞ്ഞി പൂവിരൽ തൊട്ടുപോയെന്നോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. അതായത് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? അതായത് നമ്മൾ നമ്മുടെ ജോലി, കുടുംബം, പിന്നെ അതുപോലെ ബിസിനസ്സിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ പിന്നാലെ പോകുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് ജീവിതങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ. ലൈഫിൽ വളരെയധികം ബിസി ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കണം. പിന്നെ കുട്ടികൾക്ക്, മെയിനായിട്ടും കുട്ടികൾ ഈ വീഡിയോ കാണണം. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, കാരണം അവരറിയണം ഇതുപോലെ കുറേ ജീവിതങ്ങളും ഇവിടെ നമ്മുടെ നൈജീരിയയിൽ മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തും കാണാൻ സാധിക്കും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം കുട്ടികളെ കൊണ്ടുപോയി അവരും ഈ ജീവിതങ്ങളൊക്കെ കാണട്ടെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്ലാറ്റ്ഫോം, അതുപോലെ ഗെയിംസ്, അതിൻ്റെ ഇടയിൽ പെട്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരു റീഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് സ്ഥലത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്ക് മനസ്സിലാവും ലൈഫ് എല്ലായിടത്തും ഒരുപോലെയല്ല. സോ അത് അവർക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കും എന്നുള്ളത് 100% ശരിയായിരിക്കും. അപ്പം നമ്മൾ KCA, അതായത് കേരള കാത്തലിക് അസോസിയേഷൻ നൈജീരിയയുടെ ഭാഗമായിട്ട് ചർച്ചിൽ മാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരെ കാണാൻ പോകുന്നതാണ് ഈ വീഡിയോ. ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ നമ്മളെല്ലാവരും അറിയിച്ചത് കൊണ്ട് തന്നെ തന്നാൽ കഴിയുന്ന രീതിയിലുള്ള ബുക്സ്, പിന്നെ അതുപോലെ ഫുഡ് സ്റ്റഫ്, പിന്നെ അതുപോലെ മെഡിസിൻസ്, ക്യാഷ്, കേക്ക്, അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ സംഭവങ്ങളും നമ്മൾ ഒരു ഗിഫ്റ്റ് പോലെ ആക്കിയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ അവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ മാത്രമല്ല കുട്ടികളെ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. കാരണം അവരും അറിയണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയും കുറച്ച് ലൈഫുള്ള കാര്യം. അപ്പോൾ അതെന്ന് പറഞ്ഞ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന ഒരു ഓർഫനേജ് ആണത്. സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മദർ തെരേസയുടെ ഭാഗമായിട്ടുള്ള സിസ്റ്റേഴ്സ് ഇവിടെ വർഷങ്ങളായിട്ട് ഇതുപോലെ ആതുര സേവനങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. അവരെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. നമ്മുടെ KCയുടെ പ്രസിഡന്റ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ KCയുടെ ചെയർമാനായിട്ടുള്ള നമ്മുടെ സ്വന്തം അച്ഛനും ഉണ്ട്. പിന്നെ കുറച്ച് പേര്, എല്ലാവർക്കും വരാൻ സാധിക്കില്ല, പക്ഷെ വരാൻ സാധിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ ഒപ്പം തന്നെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അത് നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. സിസ്റ്റർമാർ വന്നിട്ട് ഞങ്ങൾക്ക് വെൽക്കം തന്നു. പിന്നെ അതുപോലെ തന്നെ അവരൊക്കെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കുട്ടികളൊക്കെ അവർ ആ പൂമുഖത്തേക്ക് അവർ കൊണ്ടുവന്നു. ചില കുട്ടികൾക്കൊന്നും നടക്കാൻ സാധിക്കില്ല. കാരണം ഇവിടെയുള്ള കുട്ടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡ്സ്, പിന്നെ അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ കാരണം ഉപേക്ഷിച്ചിട്ട്, അതായത് വീടുകളിൽ നിന്ന് ഉപേക്ഷിച്ചിട്ടുള്ള കുട്ടികളായിരിക്കും മെയിനായിട്ട് ഉണ്ടായിരിക്കുക. സോ അവരെ പരിചരിക്കുക, പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്കൊരു ഇതൊക്കെ തന്നെയാണ് ഇവിടെയും ഈ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയിലെ സിസ്റ്റർമാർ ചെയ്യുന്നത്. നമ്മൾ കൊണ്ടുപോയിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ അവരെ ഏൽപ്പിച്ചു. പിന്നെ അതുപോലെ നമ്മൾ പള്ളിവക കേക്ക് ഉണ്ടായിരുന്നു, നമ്മൾ കേക്ക് കട്ട് ചെയ്തു. പിന്നെ നമ്മൾ കരോൾ സോങ്സ് പാടി. അതിനുശേഷം നമ്മൾ കുട്ടികളെയൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തു. പിന്നെ സിസ്റ്റർമാരെ വിസിറ്റ് ചെയ്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കി. അപ്പോൾ അതിനുശേഷം നമ്മൾ എല്ലാവരോടും ടാറ്റ പറഞ്ഞ് തിരിച്ച് നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് എത്തി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടെ വരാൻ മറക്കണ്ട. അപ്പോൾ ബൈ ഫ്രം ഇൻഡോ നൈജ ഫാമിലി.